ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ഐ ഹോപ്പ് ഇറ്റ്സ് എ ഗുഡ് മൺഡേ ഫോർ യു ആൻഡ് ലെറ്റ് ദ ഹോൾ വീക്ക് ബി എ വണ്ടർഫുൾ വീക്ക് ഫോർ യു. ലോട്ട് ഓഫ് സ്റ്റഡീസ്, ലോട്ട് ഓഫ് എൻജോയ്മെൻറ്റ്, എൻജോയ് ലേണിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചില കൺസെപ്റ്റ്സ് ആണ് അറ്റോമിസിറ്റി മാത്രം ഇപ്പോൾ പഠിക്കാം. അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ഫാക്ട് ഷെയർ ചെയ്യാം. ഒന്ന്, ഇനി മുതൽ ഇന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം ഐ എം നോട്ട് ഗോയിങ് ടു ഷെയർ ഓർ പോസ്റ്റ് ഇൻ യുവർ ഗ്രൂപ്പ്. ഞാൻ ഒരു ലിങ്കും ഇനി പോസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പോയി നോക്കുക. കാരണം എന്നും അറൗണ്ട് 8:15 AM രാവിലെ 8:15 ഒരു വീഡിയോ ഉണ്ടാവും. അതുപോലെ ഉച്ചയ്ക്ക് 12:15 വേറൊരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ എവറി ഡേ നിങ്ങൾക്ക് 2 വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ 2 വീഡിയോയും കാണുക. ഞാൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഇനി മുതൽ പോസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ഈ വീഡിയോയുടെ എൻഡിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് സോൾവ് ചെയ്യുക. എത്രയും പെട്ടെന്ന് അതിൻ്റെ ആൻസേഴ്സ് എഴുതിയിട്ട് ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യണം. നമുക്കിതിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഫീഡ്ബാക്ക് കിട്ടും നിങ്ങൾക്ക് എത്ര നന്നായിട്ട് മനസ്സിലായി എന്നുള്ളത്. അഥവാ മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഉടനെ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്, നിങ്ങൾ എത്രമാത്രം സിൻസിയറാണ്, എത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആണ്, എത്രമാത്രം ഓണസ്റ്റ് ആണ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ, നിങ്ങൾക്ക് റിയൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്ത് അയക്കുമ്പോൾ. ഞാൻ ഒരുപാട് ഹോംവർക്ക് ഒന്നും തരുന്നില്ല. എന്നും 3-4 ക്വസ്റ്റ്യൻ തരുന്നുള്ളൂ. അത് വെറും 2-3 മിനിറ്റിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും പറ്റണം. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒരു ഹാഫ് എ ക്വസ്റ്റ്യൻ ആണ് NTSCയുടെ. ഒരു പകുതി ക്വസ്റ്റ്യൻ ആണ് ഞാൻ തരുന്നത്, പകുതിയിലും കുറവ്. NTSCയിലെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതിലും കൂടുതലുണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ ഒരു പകുതി ഭാഗം പോലും തരുന്നില്ല. അപ്പോൾ 1 മിനിറ്റും കൂടി വേണ്ട അത് സോൾവ് ചെയ്യാൻ. അപ്പം 4 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ 1 അല്ലെങ്കിൽ 2 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഗ്രൂപ്പിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഞാൻ ലിങ്ക്സ് ഷെയർ ചെയ്യില്ല. സ്വന്തമായിട്ട് 8:15 12:15 പോയി, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അതും മൺഡേ ടു ഫ്രൈഡേ മാത്രമേ വീഡിയോസ് ഇടുള്ളൂ. സാറ്റർഡേ സൺഡേ ദർ ഈസ് ഗോയിങ് ടു ബി നോ വീഡിയോ. ഓക്കെ, അപ്പോൾ എൻജോയ് ലേണിംഗ്. ഇതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. നമുക്ക് മോൾ കൺസെപ്റ്റ് എത്രയും പെട്ടെന്ന് ഇനി തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നതിന് ഈ 2 വീഡിയോ. പക്ഷേ എല്ലാ വീഡിയോയും 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റിലോ കൂടുതൽ ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ കൺസെപ്റ്റാണ് അറ്റോമിസിറ്റി. ഓക്കെ, അറ്റോമിസിറ്റിയുടെ അർത്ഥമാണ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഈ തന്നതൊക്കെ മോളിക്യൂൾസ് ആണ്. ഒരു മോളിക്യൂളിൽ ഒന്നിൽ കൂടുതൽ ആറ്റം എന്തായാലും ഉണ്ടാവും. അപ്പോഴാണ് അത് മോളിക്യൂൾ ആവുന്നത്. ഒറ്റൊരെണ്ണാണെങ്കിൽ അത് ആറ്റമാണ്. അപ്പോൾ ഒന്നിൽ കൂടുതലാവുമ്പോൾ ഇറ്റ് ബിക്കംസ് എ മോളിക്യൂൾ. അപ്പോൾ ഇവിടെ ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഓക്സിജനിൽ നമുക്ക് കാണാം അറ്റോമിസിറ്റി എത്രയാണ്? 2 അല്ലേ? ഓക്സിജന്റെ അറ്റോമിസിറ്റി 2 ആറ്റം ഉണ്ട്. സോ അറ്റോമിസിറ്റി ഈസ് 2. ക്ലോറിൻ്റെ നോക്കിയേ, അതിലും 2 ഉണ്ട്. സോ അറ്റോമിസിറ്റി ഈസ് 2. HCl ഒരു എച്ചും ഒരു Clഉം. അപ്പോൾ 1 + 1 = 2. ഓക്കെ, ഇനി നമുക്കിത് നോക്കാം. Na2SO4 ഇതിൻ്റെ അറ്റോമിസിറ്റി നോക്കാം. ഇതൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. Na2 അപ്പോൾ എത്രയുണ്ട്? 2 Na, 2 സോഡിയം പ്ലസ് 1 സൾഫർ പ്ലസ് 4 ഓക്സിജൻ. അപ്പോൾ എത്രയായി? 2 + 1 3 + 4 = 7. അപ്പോൾ ഇതിൻ്റെ അറ്റോമിസിറ്റി 7. അപ്പോൾ ആരെങ്കിലും ചോദിക്കണം വാട്ട് ഈസ് ദ അറ്റോമിസിറ്റി ഓഫ് സോഡിയം സൾഫേറ്റ്? അപ്പോൾ 7. ഇനി H3PO4 Hൻ്റെ 3 ആറ്റം, ഫോസ്ഫറസിൻ്റെ 1 ആറ്റം, ഓക്സിജൻ്റെ 4 ആറ്റം. അപ്പോൾ 3 + 1 4 4 + 4 8. ഇനി നെക്സ്റ്റ് അലുമിനിയം സൾഫേറ്റ് Al2SO4 ത്രൈസ്. ഇങ്ങനെ വായിക്കേണ്ടത് Al2SO4 ത്രൈസ്. അപ്പോൾ അലൂമിനിയം Al എത്രയാണ്? 2 എണ്ണം. ഇനി ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇതിനൊക്കെ ഇതിൻ്റെ ഇപ്പോൾ നമ്പർ ഇവിടെ ഒരു നമ്പറും ഇല്ലെങ്കിൽ 1 ആണ്. 1 × 3 ചെയ്യണം. അപ്പോൾ 3 പ്ലസ് ഓക്സിജൻ്റെ 4 ആണ്. ഇവിടെ 3 ഉണ്ട്. അപ്പോൾ 4 × 3 ഓക്സിജൻ്റെ 12 ആറ്റംസ്. ഓക്കെ, അപ്പോൾ 5 + 12 17. അപ്പോൾ അലൂമിനിയം സൾഫേറ്റിൻ്റെ അറ്റോമിസിറ്റി എത്രയാണ്? 17. കാരണം അലൂമിനിയത്തിൻ്റെ 2, സൾഫറിൻ്റെ 1, പക്ഷേ ഇവിടെ 3 ഇട്ടതുകൊണ്ട് 1 × 3 3. പിന്നെ ഓക്സിജൻ്റെ 4 × 3 12. അപ്പോൾ 17 ആറ്റംസ്.
ഇനി CaOH twice, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, CaOH twice. അപ്പോൾ കാൽഷ്യമിൻ്റെ ഒന്നേ ഉള്ളൂ, അപ്പോൾ 1 പ്ലസ് ഓക്സിജൻ്റെ ഇവിടെ 1 ആണ്, പക്ഷേ ഇവിടെ 2 ഉണ്ട്, അപ്പോൾ 1 × 2 2. പിന്നെ ഹൈഡ്രോജനും 1 ആണ്, ഇൻറ്റു 2 2. അപ്പോൾ 1 + 2 + 2. അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ അറ്റോമിസിറ്റിയാണ് 5. നെക്സ്റ്റ് Al2O3. Al2O3. അപ്പോൾ അലൂമിനിയം Al ആണ് അതിൻ്റെ അറ്റോമിസിറ്റി. ഈ അലൂമിനയുടെ അറ്റോമിസിറ്റി ഞാൻ ഇതിന് അലൂമിന എന്നാണ് പറഞ്ഞത്. അലൂമിനിയം ഓക്സൈഡിൻ്റെ വേറൊരു പേരാണ് അലൂമിന. അപ്പോൾ അലൂമിന ഇതിൽ എത്ര അലൂമിനിയമാണ്? 2 അലൂമിനിയം ആറ്റം, 3 ഓക്സിജൻ ആറ്റം. സോ അറ്റോമിസിറ്റി ഓഫ് അലൂമിന ഇസ് 5. പിന്നെ Ca3PO4 twice, കാൽഷ്യം ഫോസ്ഫേറ്റ്. Ca3PO4 twice. അപ്പോൾ കാൽഷ്യത്തിൻ്റെ 3 പ്ലസ് ഫോസ്ഫറസിൻ്റെ 2 പ്ലസ് ഓക്സിജൻ്റെ 4 × 2, 4 × 2 8. അപ്പോൾ 13. എളുപ്പമായിരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് അറ്റോമിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക നമ്മൾ. ഓക്കെ, അപ്പോൾ അറ്റോമിസിറ്റി ഓഫ് അലൂമിന എന്ന് വെച്ചാൽ അതിൽ എത്ര ആറ്റം ഉണ്ട് അത് നമ്മൾ ടോട്ടൽ ചെയ്യണം. ഓക്കെ, സോ 5 ആണ് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ദാറ്റ് ഈസ് ഇറ്റ്സ് അറ്റോമിസിറ്റി. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി സോൾവ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് 2 ഞാൻ സോൾവ് ചെയ്യാം, പിന്നെ 2 നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഓക്കെ, അപ്പോൾ 3ഉം 4ഉം ഹോംവർക്ക്, ഫസ്റ്റ് 2 ഞാൻ സോൾവ് ചെയ്യാം. 2 molecules of calcium phosphate. അതിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് കാണാം. 2 molecule. അപ്പോൾ 1 molecule of calcium phosphate 1 molecule എത്രയുണ്ടോ അതിനാണ് നമ്മൾ അറ്റോമിസിറ്റി എന്ന് പറയുക. അപ്പോൾ 1 molecule of calcium phosphate അതിൻ്റെ അറ്റോമിസിറ്റി എത്രയാണ്? കാൽഷ്യമിൻ്റെ 3, ഫോസ്ഫറസിൻ്റെ 2. ഇപ്പം അറിയാമല്ലോ, ഫോസ്ഫറസിൻ്റെ 2, ഓക്സിജൻ്റെ 8, 13. അപ്പോൾ ഒരു മോളിക്യൂളിൽ 13 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 2 മോളിക്യൂളിൽ എത്രയുണ്ടാവും? 2 molecules of calcium phosphate contain എത്ര ആറ്റം? ഒരു മോളിക്യൂളിൽ 13, 2 13 × 2, that is equal to 26 atoms. മനസ്സിലായില്ലേ? വളരെ എളുപ്പമാണല്ലേ? ഇത് നമ്മളിത് ബേസിക് പഠിക്കുകയാണ്. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ മനസ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും തന്നെ ഡിഫിക്കൽട്ടല്ല. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി നമുക്ക് മുന്നിലേക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് മാത്രമേ ആവുള്ളൂ. രണ്ടാമത്തത്, ഇത് ഫസ്റ്റ് ആയിരുന്നു. രണ്ടാമത്തത് 2 molecules of magnesium chloride, MgCl2. അപ്പോൾ 1 molecule MgCl2യുടെ അറ്റോമിസിറ്റി എത്രയാണ്? 1 of magnesium, 2 of chlorine. അപ്പോൾ ടോട്ടൽ 3. അപ്പോൾ 2 molecule എത്ര ഉണ്ടാവും? 2 molecules of MgCl2 contain, ഒരെണ്ണത്തിൽ 3 ആണെങ്കിൽ 2 എണ്ണത്തിൽ 6. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. യു ആർ വെരി സ്മാർട്ട് ഇനഫ്. ഓക്കെ, സോ ദർ ആർ 6 atoms. ഓക്കെ, നൗ ഈ 2 ക്വസ്റ്റ്യനും ഹോംവർക്ക് ഉടനെ ചെയ്ത് 10 മിനിറ്റിനകത്ത് അയച്ചു തരിക. താങ്ക് യു വെരി മച്ച്. ബൈ.